ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ക്രിസ്തുമസ് പുതുവത്സരം ആഘോഷങ്ങൾക്കായിട്ടാണ്. ഈ അവസരത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്മസിൻ്റെയും അതുപോലെ കടന്നു വരുവാനിരിക്കുന്ന നവവത്സരത്തിൻ്റെയും ആശംസകൾ ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ ആശംസിക്കുന്നു. നമ്മൾ പ്രത്യേകിച്ച് ക്രിസ്മസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, അത് സാർവത്രികമായിട്ട് ആഘോഷിക്കപ്പെടുന്ന ഒരു ആഘോഷമാണ്. ലോകത്ത് ഏറ്റവും അധികം ആളുകൾ ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിശയോക്തിയല്ല. മറ്റ് മതവിഭാഗങ്ങളിൽ പെടുന്ന ആളുകൾ പോലും പല രീതിയിൽ ഈ ക്രിസ്തുമസ് ആഘോഷങ്ങളിൽ പങ്കുചേരുന്നുണ്ട്. ക്രിസ്മസ് കാർഡുകൾ അയച്ച്, അതുപോലെ തന്നെ ക്രിസ്മസ് പാർട്ടിയിൽ പങ്കുചേർന്ന് ഒക്കെ. അപ്പോൾ പല രീതികളിൽ ഇതൊരു സാർവത്രികമായിട്ടുള്ള ആഘോഷമായിട്ട് മാറിയിരിക്കുന്നു. നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്ന ഈ പാശ്ചാത്യ രാജ്യത്ത് അധികം ആളുകളും ക്രിസ്ത്യാനികളാണ്. ക്രിസ്തുവിൻ്റെ ജനനം ആഘോഷിക്കുന്ന ആളുകളാണ്. നമുക്കറിയാം, ഇവിടെ ക്രിസ്മസ് സീസൺ വലിയ ഒരു ആഘോഷത്തിന്റെ അവസരമാണ്. പക്ഷേ നമ്മൾ ക്രിസ്തുമസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇവിടുത്തെ ഈ ദേശത്തെ കുറിച്ച് പലപ്പോഴും ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം, പലപ്പോഴും ക്രിസ്തുമസ് ആഘോഷിക്കുന്നെങ്കിലും ക്രിസ്തു ആരാണ് എന്ന് തിരിച്ചറിയുവാനായിട്ട് പോലും സാധിക്കാത്ത വലിയ ഒരു സമൂഹത്തിന്റെ മധ്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പലപ്പോഴും അങ്ങനെയുള്ള ഒരു കൾച്ചറിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കും ക്രൈസ്തവികത നമുക്ക് നഷ്ടപ്പെടുവാനായിട്ട് വലിയ ഒരു സാധ്യതയുണ്ട്. ഈ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ജീവിച്ചിരുന്ന ഒരു ഫിലോസഫറാണ് എമ്മാനുവൽ ലെവിനാസ്. അദ്ദേഹത്തിന്റെ ഒരു ക്രിസ്മസ് പാർട്ടി എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. അതിൽ അദ്ദേഹം നമ്മുടെയൊക്കെ സമൂഹത്തിൽ കാണപ്പെടുന്ന, അല്ലെങ്കിൽ സമൂഹത്തിന്റെ ക്രൈസ്തവികത നഷ്ടപ്പെടുന്ന ക്രിസ്തുമസ് ആഘോഷങ്ങളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതിലെ കഥാനായകൻ പതിവ് പോലെ ഒരു ക്രിസ്മസ് പാർട്ടി നടത്തി. അത് അദ്ദേഹത്തിന്റെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ വിളിച്ചു. നമുക്കറിയാം, ഒരു പാശ്ചാത്യ സംസ്കാരത്തില് പ്രത്യേകിച്ച് വിന്ററില് ഇൻഡോർ പാർട്ടികളാണ് നടക്കുക. അപ്പോൾ ഈ പാർട്ടിയുടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എല്ലാവരും വന്നു, അവരുടെ ഡോറുകളൊക്കെ അടച്ചു. അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഒരു ഡോർബെൽ അടിക്കുന്ന ശബ്ദം കേട്ടു. അപ്പോൾ അവിടെ കൂടിയിരുന്ന എല്ലാവരും അസ്വസ്ഥരായി. കാരണം തങ്ങളെ ക്ഷണിച്ചിരുന്ന ആളുകളെല്ലാം ഇവിടെ ഉള്ളിലുണ്ട്. പിന്നെ ആരാണ് ഈ അപരിചിതൻ? അപ്പോൾ ആ അപരിചിതനെ കുറിച്ച് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കഥ അവസാനിപ്പിച്ചിട്ട് എമ്മാനുവൽ ലെവിനാസ് ഒരു സൂചന മാത്രം നൽകിയാണ്. അത് ക്രിസ്തുവാണ്, അല്ലെങ്കിൽ ക്രിസ്തു ഇല്ലാത്ത ക്രിസ്മസ് പാർട്ടിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമുക്ക് ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ ക്രിസ്തുവിനെ പലപ്പോഴും മാറ്റി നിർത്തുന്ന ഒരു മനോഭാവം നമ്മിലേക്കൊക്കെ അറിഞ്ഞും അറിയാതെയും ഒക്കെ കടന്നു വരാറുണ്ട്. പലപ്പോഴും ക്രിസ്തുമസിന്റെ ബാഹ്യമായിട്ടുള്ള ഒരു ആഘോഷങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് അതിന്റെ ആത്മീയ ചൈതന്യം നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ. ക്രിസ്തുവില്ലാത്ത ക്രിസ്തുമസ്, ക്രിസ്തുവില്ലാത്ത ക്രിസ്ത്യാനികൾ ഒക്കെ നമ്മൾ ആയിത്തീരുവാനായിട്ട് നമുക്ക് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ കൾച്ചറിൽ നമ്മൾ ജീവിക്കുമ്പോൾ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു പുതിയ വർഷത്തിന്റെ ആരംഭത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും, അതുപോലെ നമ്മുടെ കുടുംബത്തിലും, നമ്മുടെ തൊഴിൽ മേഖലകളിലും, നമ്മുടെ സമൂഹത്തിലേക്കും ഒക്കെ ക്രിസ്തുവിനെ കൊണ്ടുവരുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമുക്ക് ഈ പുതിയ വർഷം ക്രിസ്തുവിന്റെ വർഷമാക്കി അങ്ങനെ മാറ്റുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ള അനുഗ്രഹം നമുക്ക് ഈ പുതുവർഷത്തില്, ഈ ക്രിസ്മസ് ആഘോഷ അവസരത്തില് നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാം ലഭിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുന്നു. നമുക്ക്
ആത്മീയമായിട്ടുള്ള തലം, അതുപോലെ തന്നെ ഭൗതികമായിട്ടുള്ള ആഘോഷങ്ങൾ, അത് നമ്മുടെ സമൂഹത്തെ ഒരുമിച്ച് നിർത്തുവാനായിട്ടുള്ള ഒരു മാർഗവും കൂടിയാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ നമ്മളുടെ 5 യൂണിറ്റുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കൾച്ചറൽ പ്രോഗ്രാമുകൾ ഒരുങ്ങി നമ്മളിവിടെ അവതരിപ്പിക്കുന്നു. അപ്പോൾ ഈ അവസരത്തിൽ അതിനായിട്ട് ഒരുങ്ങുവാനായിട്ട് നേതൃത്വം കൊടുത്ത എല്ലാ കമ്മിറ്റി അംഗങ്ങളെയും 5 വാർഡ് ലീഡേഴ്സിൻ്റെയും പ്രതിനിധികൾ, അതുപോലെ തന്നെ മറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു, അവരെ അഭിനന്ദിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ. കാരണം ഇതിന് അവരുടെ സമയവും അധ്വാനവും ഒക്കെ വളരെയധികം ചെലവഴിച്ചതുകൊണ്ടാണ് നമുക്ക് മനോഹരമായ നമ്മൾ കാത്തിരിക്കുന്ന ഒരു പ്രോഗ്രാം ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. ഈ അവസരത്തിൽ അവരെ ഓരോരുത്തരെയും, അതുപോലെ ഇവിടെ കടന്നു വന്ന നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ അഭിനന്ദിക്കുന്നു. നമുക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു ക്രിസ്മസ് ആഘോഷം നമുക്കിവിടെ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു.